വായിക്കാം. എഫെസ്യർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളടഞ്ഞിരിക്കട്ടെ. കർത്താവിനോട് പറഞ്ഞ അപ്പച്ചാ, ഞാനിതാ അപ്പൻ്റെ ശക്തി എന്താണെന്ന് ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്നു. ആ ശക്തി ഇന്ന് എനിക്ക് ജ്വലിക്കണം പറഞ്ഞ് കണ്ണുകളടച്ച് പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. പ്രേമ പരിമള കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസമേ, പ്രേമ പരിമള കുന്നിലേ എൻ്റെ പ്രിയനുമായുള്ള വാസമേ, ഞാനോർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിമോദമായി. ഞാനോർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിമോദമായി. കാൽവരി ക്രൂസിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, കാൽവരി ക്രൂസിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. അപ്പാ സ്വർഗീയ രാജാവേ, ഞങ്ങൾ അപ്പച്ചൻ്റെ വചനത്തിലേക്ക് വരികയാണ്. അപ്പാ, കടന്നു വന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. അപ്പാ കർത്താവേ, ഇന്ന് ഞങ്ങളോട് വചനം സംസാരിക്കണമേ. ഏതെല്ലാം വ്യത്യസ്തമായ വിഷയത്തോടെയാണ് പ്രിയ മക്കൾ ഇവിടെ ആരാധനയ്ക്ക് വന്നതെന്ന് എൻ്റെ ദൈവം അറിയുന്നു. ഇന്ന് തിരിച്ചു പോകുമ്പോൾ വ്യത്യസ്തമായ കൃപ പ്രാപിച്ച്, ശക്തി പ്രാപിച്ച്, ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച്, ഇതുവരെ പ്രാപിക്കാത്ത ഒരു പുതിയൊരു ശക്തി, ഒരു പുതിയൊരു കൃപ, ഒരു പുതിയൊരു അഭിഷേകം, ഇതുവരെ പ്രാപിക്കാത്ത ഒരു ദൈവശക്തി പ്രാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു വരട്ടപ്പാ. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ദൈവശക്തി പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് സഹായിക്കണമപ്പാ. പരിശുദ്ധന്മാരെ നിറയ്ക്കണേ. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു ശക്തി, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു കൃപ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു അഭിഷേകം ഞങ്ങൾ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വചനം അവിടുത്തെ വക, അടിയൻ അവിടുത്തെ വക, ഇരിക്കുന്ന മക്കൾ അവിടുത്തെ വക. എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ പകരുക, എല്ലാവരുടെ മേലും അങ്ങയുടെ ശക്തിയെ പകരുക, എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപയെ പകരുക, എല്ലാവരുടെ മേലും ആത്മാവിന്റെ ബലത്തെ പകരുക. വചനം അവിടുത്തെ വക, അടിയൻ അവിടുത്തെ വക. അപ്പൊ ഇരിക്കുന്ന മക്കൾ അവിടുത്തെ വക. അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. മാനവ മഹത്വ യേശുവിനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ സംശയിക്കുന്നവർക്കൊന്നും ആ കർത്താവിൻ്റെ കൃപ പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷെ പൊട്ടിയെപ്പോലെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, വിശ്വസിക്കുന്ന നമുക്കോ അതെന്തോന്നാ ദൈവത്തിൻ്റെ ശക്തി എവിടെ കിടക്കുന്നു? 1 കൊരിന്ത്യർ ലേഖനം എടുത്ത് വായിച്ച്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തായിട്ട് തോന്നും? പോഷത്വമായിട്ട് തോന്നും. എന്നാൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അതെന്തോന്നായിട്ട് തോന്നും? ദൈവത്തിൻ്റെ ശക്തി. വായിച്ചേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തി. എത്ര അധ്യായം? 1:18 വായിച്ച ഒന്നുകൂടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയും. അപ്പൊ ഈ ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ ഈ ക്രൂശിന്റെ വചനത്തിലൂടെ നമുക്ക് വരുന്ന അഭിഷേകത്തിൽ വിശ്വസിക്കാതെ ഇതൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. വരാൻ, കൈയടിക്കാൻ, പോകാം, അത്രയേ ഉള്ളൂ. പക്ഷേ വിശ്വസിച്ചാൽ അസാധാരണമായ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജീസസ്. യേശുവിലൂടെ ഒഴുകിയ അതേ ശക്തി ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് ഓരോ മക്കളുടെ മേലും പകരുവാൻ യേശു കർത്താവ് വന്നിട്ടുണ്ട്. ആ കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്ന കർത്താവാണ്. ആ കർത്താവ് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് എഫേസ്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച്, എഫേസ്യർ 3:20 വായിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന. ആരിൽ വ്യാപരിക്കുന്ന? അപ്പുറത്തിരിക്കുന്ന ആളാണോ? പിന്നെ അയൽവക്കത്തുള്ള ആളാണോ? അതോ പ്രസംഗിക്കുന്ന സിസ്റ്ററിൽ മാത്രമാണോ? പാസ്റ്ററിൽ മാത്രമാണോ? പിന്നെ ആരിൽ? ഇരിക്കുന്ന, വിശ്വസിക്കുന്ന നമ്മിൽ എന്തുണ്ട്? ഒരു ശക്തിയുണ്ട്. ഏത് ശക്തി? കോട്ടകളെ ഇടിപ്പാൻ തക്കതായ ശക്തി.
ബന്ധനങ്ങളെ ഉടയ്ക്കാൻ തക്കതായ ശക്തി, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തച്ചുടയ്ക്കാൻ ശക്തി. ഓഹോ, അയൽവക്കത്തിരിക്കുന്ന ആളുടെ അല്ല, തൊട്ടടുത്ത കസേരയിരിക്കുന്ന ആളുടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, നമ്മിൽ പറ ആ വചനത്തെ. ആ വചനത്തെ ഒന്ന് ഏറ്റെടുത്ത് പറ. എന്നിൽ അത്യന്തപരമായ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദുഃഖത്തെ ഓടിക്കാനുള്ള ശക്തി, ഇരുട്ടിനെ തകർക്കാനുള്ള ശക്തി, ദുഷ്ടമണ്ഡലങ്ങളെ അഴിക്കാനുള്ള ശക്തി, പോരുകളെ ഉടയ്ക്കാനുള്ള ശക്തി, അന്ധകാര കെട്ടുകളെ പൊട്ടിക്കാനുള്ള ഒരു ശക്തി എന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. എന്റെ മേൽ ഒരു ശക്തി ഉണ്ട്. തുറന്ന് പറ, എന്റെ മേൽ പരിശുദ്ധമന്റെ ശക്തി ഉണ്ട്. പറഞ്ഞേ, എന്റെ മേൽ പരിശുദ്ധമന്റെ ശക്തി ഉണ്ട്. എന്റെ മേൽ പരിശുദ്ധമന്റെ ശക്തി ഉണ്ട്. ഞാൻ സംശയിക്കുന്നത് കൊണ്ടാണ് ഒന്നും നടക്കാത്തത്, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതം സംഭവിക്കും. പറഞ്ഞേ, അത്ഭുതം സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പുത്തൻ കൃപ പ്രാപിക്കും. പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പുത്തൻ കൃപ പ്രാപിക്കും. പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പുത്തൻ കൃപ പ്രാപിച്ചിട്ടേ പോകും. എന്തിനുള്ള കൃപ? കോട്ടകളെ ഇടിപ്പ, നമുക്കെതിരെ വ്യാപരിക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെ പറഞ്ഞേ ഒന്ന് മാറി ബലഹീനതയിട്ട് കുടുംബത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഉടയ്ക്കുവാൻ തക്കതായ ശക്തി ഇന്ന് ഞാൻ ആലയത്തിനകത്തുനിന്ന് പ്രാപിച്ചിട്ട് പ്രാപിച്ചിട്ടേ പോകും. ഓഹോ, എന്ന് ഒതുങ്ങിയല്ല, എന്ന് മാറിയല്ല, ഇരട്ടി ശക്തിയോടെ വെളിവരണം. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കോട്ടകളെ ഇടിപ്പാൻ കൃപയുണ്ട്. നമ്മളിൽ ശക്തി നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിച്ച്, എൻ്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ യേശുപ്പച്ചനെ കണ്ടുമുട്ടി അന്ന് മുതൽ, എൻ്റെ യേശുവിൻ്റെ അകത്ത് വന്ന അന്ന് മുതൽ ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി ലോകത്തിൻ്റെതല്ല, ആ ശക്തി ദുഷ്ടൻ്റെതല്ല. അവൻ സാത്താന്റെ പദ്ധതികളെ ഓടിച്ച ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എൻ്റെ അകത്ത് ഇന്ന് പറഞ്ഞു. വാ തുറന്ന് പറ. വിടിവിക്കപ്പെടുന്നു. വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകലനും വിടിവിക്കപ്പെടുന്നു. വായി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകലൻ വിടിവിക്കപ്പെടുന്നു. ഓഹോ, അവൻ സകലൻ വിടിവിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. സകലൻ വിടിവിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ വിടുതൽ. പറഞ്ഞ്, എന്നെ ഒതുക്കുന്ന ദുഷ്ടാത്മാ മണ്ഡലങ്ങളെ തകർക്കാൻ ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. പറഞ്ഞ്, എല്ലാവരും പറഞ്ഞേ, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ മേൽ ഭരിക്കുന്ന, എൻ്റെ ദൈവത്തോട് അടുക്കാൻ സമ്മതിക്കാതെ വണ്ണം രഞ്ജിത്ത് പറഞ്ഞേ, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് തകർക്കാൻ നോക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ ഉടയ്ക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. ഉടയ്ക്കാൻ വേണ്ട ശക്തി എൻ്റെ അകത്തുണ്ട്. പറഞ്ഞേ, എൻ്റെ വീട്ടിനകത്തുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ തടസ്സമായി ഭരിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ തച്ചുടയ്ക്കുന്ന ശക്തി എൻ്റെ അകത്തുണ്ട്. പറഞ്ഞേ, അത് ദൈവത്തിന്റെ ശക്തിയാണ്. വാ തുറന്ന് പറ. ധൈര്യത്തോടെ പറ. കോട്ടകളെ ഇടിപ്പാ. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞ് ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, അത് ജ്വലിച്ച് പുറത്തു വരട്ടെ. ആത്മശക്തിയോടെ ജ്വലിച്ച് പുറത്തു വരട്ടെ. ആത്മാവിന്റെ കൃപയോടെ ജ്വലിച്ച് പുറത്തു വരട്ടെ. ആത്മാവിന്റെ ബലത്തോടെ ജ്വലിച്ച് പുറത്തു വരട്ടെ. അന്ധകാര ശക്തികളെല്ലാം ഉടഞ്ഞു മാറുന്നു. പിശാചിന്റെ കോട്ടകൾ അരിഞ്ഞു മാറുന്നു. ദുർഭൂതങ്ങൾ ഉടഞ്ഞു മാറുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുഷ്ടൻ പറയുകയാണ്, അയ്യോ, ഇവൾ അറിഞ്ഞല്ലോ, ഇവനത് അറിഞ്ഞല്ലോ, എനിക്കിനി ഇരിക്കാൻ പറ്റത്തില്ല, എനിക്കിനി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് ആമേൻ ശക്തിയോടെ പറഞ്ഞ്, എന്നിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്നിലൊരു അസാധാരണ ശക്തി വ്യാപരിക്കുന്നുണ്ട്. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. കോട്ടകളെ ഇടിച്ച ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ചെയ്ത ആത്മാവ് എന്നിലുണ്ട്. യേശുവിന്റെ സ്വഭാവം എൻ്റെ അകത്തുണ്ട്. പാപത്തെ ജയിക്കുന്ന ശക്തി എൻ്റെ അകത്തുണ്ട്. ദുഷ്ടനെ ഉടക്കുന്ന ശക്തി എൻ്റെ അകത്തുണ്ട്. എന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് അവകാശം പറയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടയ്ക്കാനുള്ള ശക്തി എൻ്റെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോഴാണ് ദൈവശക്തിയെ ആമേൻ ജ്വലിക്കാൻ ഇടയാകത്തിരുന്നത്. വിശ്വസിക്കണം. എനിക്ക് ദുഷ്ടാത്മാവല്ല, എൻ്റെ അകത്ത് യേശുവിൻ്റെ ആത്മാവുണ്ട്. പറഞ്ഞേ, ദുഷ്ടാത്മാവിനെ തകർക്കുന്ന ഒരു ആത്മാവ് എൻ്റെ അകത്തുണ്ട്. പറഞ്ഞേ, ദുഷ്ടാത്മാവിനെ തകർക്കുന്ന. പറഞ്ഞേ, പാതാള ശക്തികളെ കിടുകിട വിറപ്പിക്കുന്ന. പറഞ്ഞേ, തുറന്ന് പറ. പാതാള ശക്തികളെ കിടുകിട വിറപ്പിക്കുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി എൻ്റെ അകത്ത് കർത്താവ് പകർന്നിട്ടുണ്ട്. ജീസസ്. പാതാള ശക്തികളെ വിറപ്പിക്കുന്ന ദുർഭൂതങ്ങളെ ഉടയ്ക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ കത്തിക്കുന്ന പറഞ്ഞ ഒരു ശക്തി എൻ്റെ അകത്ത്. പറഞ്ഞ്, എൻ്റെ അകത്ത്. പറഞ്ഞ്, എൻ്റെ അകത്ത്. പറഞ്ഞ്, എൻ്റെ അകത്ത്. തുറന്ന് പറഞ്ഞേ, രഞ്ജിത്ത് പറ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ അകത്തുണ്ട്. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധ വർഗം വെപ്പിച്ച ശക്തി പറഞ്ഞ എൻ്റെ അകത്തുണ്ട്.
ആമേൻ ആമേൻ. ശത്രുവിന്റെ രേഖകളെ വലിച്ചു കീറിയ ദൈവശക്തി എൻ്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ജീസസ് 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 ജീസസ്. ഓ ഓ ഓ ജീസസ് ജീസസ് ജീസസ്. എൻ്റെ അകത്തുണ്ട്. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. ബലപ്പെട്ടോ. കോട്ടകളെ ഉടച്ചു വെളിയുക. നിന്നെ ഒതുക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ച് വെളിയുക. ഓ, നിന്നെ തകർക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഉടച്ച് ആത്മാവിന്റെ ശക്തിയോടെ വെളിയുക. ധൈര്യത്തോടെ പറ, എൻ്റെ അകത്തുണ്ടൊരു ശക്തി. ആ ദൈവത്തിന്റെ ശക്തിയാണ്. പറ, എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. എന്റെ ശുശ്രൂഷയെ, എന്റെ ഭാവിയെ, എന്റെ നന്മയെ, എന്റെ ഉപജീവനത്തെ, എന്റെ വിദ്യാഭ്യാസത്തെ, എന്റെ പ്രാർത്ഥനയെ, എന്റെ വിശുദ്ധ ജീവിതത്തെ, എന്റെ ആരാധനയെ, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെ തകർക്കാൻ, തച്ചുടയ്ക്കാൻ നിനക്ക് കഴിയത്തില്ല. എന്റെ അകത്തൊരു ശക്തിയുണ്ട്. ഞാനത് കുടഞ്ഞ് വെളിയിൽ വരുന്നു. ധൈര്യത്തോടെ പറ, ഞാൻ കുടഞ്ഞത് വെളിയിൽ വരുന്നു. ഹല്ലേലൂയ. ഓടി ഞാൻ ഓട്ടം തികച്ചിടാൻ നൽകുക നിൻ ബലം. ഓടി ഞാൻ ഓട്ടം തികച്ചിടാൻ നൽകുക നിൻ ബലം. ജീവകിരീടം പ്രാപിപ്പാൻ നല്ല പോർ പൊരുതിടാം. ജീവകിരീടം പ്രാപിപ്പാൻ നല്ല പോർ പൊരുതിടാം. യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ. നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ. യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ. നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോഴാണ് ആ ശക്തി എന്ത് ചെയ്യുന്നത്? ജ്വലിച്ച് പുറത്തു വരും. വിശ്വസിക്കണം. ആമേൻ ആമേൻ. ഒരു പൊട്ടനെ പോലെ, ഒരു ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളിനെ പോലെ ദൈവവചനം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും അത് ഉറപ്പിക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ, ഓ ദൈവത്തിന് സ്തോത്രം, അളവില്ലാത്തൊരു ശക്തി നിങ്ങൾ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ കണ്ണാണ് തന്നെ. ഓ ജീസസ് 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 ജീസസ്. ഓ ജീസസ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ അതങ്ങ് വിശ്വസിക്കണം. വിശ്വസിച്ചാലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ സ്തോത്രം. എഫെസ്യരിലെ ലേഖനം തന്നെ 3-ാം അധ്യായം തന്നെ അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം വായിച്ച് 3:10 മുതലുള്ള വാക്യം വായിച്ച് 11 മുതലുള്ള വാക്യം വായിച്ച്. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച 14-15 മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. ആരുടെ ധനത്തിന് ഒത്തവണ്ണം? എന്റെ അല്ല, പിന്നെ അയൽക്കാരുടെ അല്ല, ശുശ്രൂഷിക്കുന്ന ദൈവവേലക്കാരുടെ ധനത്തിന് ഒത്തവണ്ണല്ല, പിന്നെ ആരെ? ദൈവത്തിന്റെ. ആരുടെ ധനത്തിന്? ദൈവത്തിന്റെ ധനം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. മുഴുവൻ ധനവും ദൈവമല്ലേ? ഈ ധനത്തിനൊത്തവണ്ണം അടുത്ത വരി വായിച്ചേ. അവന്റെ ആത്മാവിനാൽ, കർത്താവിന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ആരെ ആക്ക് വരുമെന്ന്? എന്റെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച്. അടുത്ത ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എന്തിനു വേണ്ടിയാണ്? ഏത് ധനത്തിനൊത്തവണ്ണം? അല്പം ശകലമുള്ള എൻ്റെ അല്ല, ശകലമുള്ള അപ്പുറത്തിരിക്കുന്ന ആളുടെ അല്ല, പിന്നെ മുഴുവനുള്ള ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ദൈവത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ എന്താ ധനം? മനുഷ്യന്റെ ധനമാണോ അത്? മുഴുവൻ ഗുപ്തമായിരിക്കുന്നത് ക്രിസ്തുവിലല്ലേ? ആ കർത്താവ് പറഞ്ഞ കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ അകത്തെ മനുഷ്യൻ. ഓഹോ, കോട്ടകളെ ഇടിപ്പാൻ, കെട്ടുകളെ പൊട്ടിക്കാൻ, എഴുന്നേൽപ്പിച്ച് വിടുവാൻ. ഓ സ്തോത്രം. ആമേൻ. ദുർഭൂതങ്ങളെ കത്തിക്കാൻ, കോട്ടകളെ പിടിച്ചടക്കാൻ, പട്ടണങ്ങളെ ചവിട്ടാൻ. ഓ ഇരിക്കുന്ന ജനത്തെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ. അസ്ഥി കൂമ്പാരത്തെ നോക്കി പ്രവചിക്കാൻ. അസ്ഥി കൂമ്പാരത്തെ നോക്കി. നാടിയില്ലാത്ത, ജീവനില്ലാത്ത, ഞരമ്പില്ലാത്ത, സ്കിന്നില്ലാത്ത, ത്വക്കില്ലാത്ത ചിലതിനെ നോക്കി തെറിച്ച് പിന്മാറി കിടക്കുന്ന, അകന്നു കിടക്കുന്ന, മാറിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, ഓ ആശ നഷ്ടപ്പെട്ട ചിലതിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ. ഓ ഓ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. മനുഷ്യന്റെ ധനത്തിനല്ല, ദൈവത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. ഓ
ഓ ജീസസ്, ഹല്ലേലൂയ. ആരുടെ ധനത്തിന് വേണം? ദൈവത്തിന്റെ ധനത്തിന്. ആരുടെ ധനത്തിന്? എൻ്റെ അല്ല, നിങ്ങളുടെ അല്ല, പിന്നെ ദൈവത്തിന്റെ ധനം. ദൈവത്തിന്റെ ധനം എവിടെ ഇരിക്കുന്നു ചിന്തിച്ചു നോക്കിയേ. ആ ധനത്തിനൊത്തവണ്ണം എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന്. വരം ഇന്ന് പ്രാപിച്ചിട്ട് പോകാം. എന്ത് വരം? ഒരു സാധാരണ ആളായിട്ടല്ല. നോക്കിയ ഒരു പാവിയായി സമരിയ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നു. തിരിച്ചു പോയത് നിറഞ്ഞ പാത്രമായി. എങ്ങനെയുള്ള പാത്രമായി? ശമരിയ പട്ടണത്തെ കീഴടക്കുന്ന പാത്രമായി. കോട്ട ഉടക്കുന്ന പാത്രമായി. കൃപ പ്രാപിച്ചേ, ബലം പ്രാപിച്ചേ, അഭിഷേകം പ്രാപിച്ചേ, ആത്മാവിനെ പ്രാപിച്ചേ, ദൈവശക്തിയെ പ്രാപിച്ചേ, ദൈവകൃപയെ പ്രാപിച്ചേ, ദൈവിക അഭിഷേകത്തെ പ്രാപിച്ചേ. ഇന്ന് ഞാൻ വന്നത് ഒഴിഞ്ഞ മാത്രമായിട്ടാണ്, പ്രശ്നത്തോടെയാണ്, പ്രതിസന്ധിയോടെയാണ്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു പട്ടണത്തെ കീഴടക്കാൻ തക്കതായ ദൈവ ശക്തിയോടെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു പ്രാർത്ഥന, ആഗ്രഹിക്കുന്നവർ ദൈവശക്തിയെ പ്രാപിനെ, ആഗ്രഹിക്കുന്നവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രാപിക്കാൻ പറ്റൂ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. വിശ്വസിക്കുന്ന ജനത്തിന് ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവരുടെ ശക്തിയായി ഇറങ്ങും. വിശ്വസിക്കുന്നവരുടെ ശക്തിയായി ഇറങ്ങും. ഓ ജീസസ്, ഇന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ മേലെ ശക്തിയായി വെളിപ്പെടും. പാതാള ശക്തികളെ വിറപ്പിച്ചൊരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശക്തി ഉള്ളൂ. ദുർഭൂതങ്ങളെ വിറപ്പിച്ചൊരു ശക്തി ഉണ്ടെങ്കിൽ, ഗദര ദേശത്ത് ഏറ്റവും വിറച്ചൊരു ശക്തി ഉണ്ടെങ്കിൽ, മറ്റൊരു ശക്തിയുടെ മുമ്പിൽ അവൻ വിറച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശക്തിയേ ഉള്ളൂ. അതെ, കടൽ അനുസരിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ, കാറ്റ് അനുസരിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ, തിരമാല അനുസരിച്ച ഒരു ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ അകത്തിരിക്കുന്ന ഒറ്റ ശക്തി യേശുവിന്റെ ശക്തി. ഓ ജീസസ്, നമ്മുടെ അകത്തൊരു ശക്തിയുണ്ട്. ഏത് ശക്തി? അസാധാരണമായ ദൈവപ്രവർത്തികളെ ചെയ്യാനുള്ള ശക്തി. യേശു എന്തൊക്കെ ചെയ്തോ ആ ചെയ്ത ശക്തി എൻ്റെ നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ അത് അവിശ്വസിക്കുന്നുവോ അത്രത്തോളം അത് ജ്വലിക്കത്തില്ല. എത്രത്തോളം പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വരം വേണം അല്ലേ? വിശ്വാസത്തിന്റെ വരം. എന്തിന്റെ? ഏത് വിശ്വാസം? എൻ്റെ അകത്തെന്റെ അപ്പൻ നിറഞ്ഞു നിൽക്കുന്നുള്ള വിശ്വാസം. ജീസസ് പറ, എൻ്റെ അകത്ത് അപ്പനുണ്ട്. എൻ്റെ ശബ്ദത്തിൽ അപ്പന്റെ ശബ്ദമാണ്, എൻ്റെ നോട്ടത്തിൽ അപ്പന്റെ നോട്ടമാണ്. കോട്ട ഇടിയും, അന്ധകാരം തകരും, രോഗബന്ധന അഴിയും. പറ, എന്നെ ഒതുക്കുന്ന ചില കെട്ടുകളെ ഉടച്ച് അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ഞാൻ വെളിയിൽ വരും. ജീസസ് പറ. ഭവന തലങ്ങൾക്കകത്ത് അടച്ചിട്ട പക്ഷിയെ പോലെ നിന്നെ ഒതുക്കുന്ന ചില ശക്തിയെ പറഞ്ഞേ കൂടെ പൊളിച്ച് ആത്മാവിൽ പൊളിച്ച് പുറത്ത് വരും. പറഞ്ഞേ തലയെ കമത്തി പിടിപ്പിക്കുന്ന, തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാതെ ഏതൊക്കെ ഭാഗത്ത് തലയെ കമഴ്ത്തി പിടിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ ആത്മാവിൽ ഇറങ്ങി ചെന്ന് പൊളിച്ച്. എത്രവർക്ക് ആഗ്രഹമുണ്ട് പറയാൻ? എത്രവർക്ക് ശക്തി ഇവിടെ ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ട്? ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവർ ആത്മാവിൽ നിറഞ്ഞ് ഏറ്റെടുത്തോ. ദൈവത്തിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ കൃപ നിറഞ്ഞിരിക്കുന്നു. ഇത് രോഗശക്തിയോ അഴിഞ്ഞു മാറുന്നു, അന്യായ ബന്ധനം അഴിഞ്ഞു മാറുന്നു, മുഖത്തിന്റെ അമിക്കർ ഉടഞ്ഞു മാറുന്നു. നീ പേടിച്ചിട്ടല്ല പറയേണ്ടത്, ഭയത്തോടെയല്ല പറയേണ്ടത്, ഉറപ്പോടെ പറ. എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ജീസസ്. അടുത്തവർ വായിച്ചേ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന. വീതി അറിയണം, നീളം അറിയണം, ഉയരം അറിയണം, ആഴം അറിയണം. ഞാൻ ഒരുപാട് നാൾ പ്രസംഗിച്ചിട്ടുള്ള വലിയ ആളായത്. എന്താണ് വീതി, നീളം, ആഴം? അതുകൊണ്ട് പറയുന്നില്ല. അത് അളന്ന് അടുത്ത വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. പരിജ്ഞാനത്തെ കവിയുന്ന ഏത് സ്നേഹം? ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാനും അടുത്ത് പ്രാപ്തരാകുകയും. കേട്ടോ, പ്രാപ്തി വരണം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ എന്ത് വരണം? പ്രാപ്തി വരണം. ആ പ്രാപ്തി വരണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണ്ടേ, ഒരു വിശ്വാസം വർദ്ധിക്കണ്ടേ.
എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെതാണെന്നും ആ ശക്തിയാൽ ഞാൻ പറയുന്നപ്പോൾ ഇരുട്ടുകൾ വഴി മാറുമെന്നും ദുഷ്ടശക്തികൾ വഴി മാറുമെന്നും അന്ധകാര കെട്ടുകൾ പൊട്ടുമെന്നും ഇല്ല നീ രക്ഷപ്പെടുകയില്ലെന്ന് വാദിക്കുന്ന ശക്തികൾ ഈ ശക്തിയാൽ ഞാൻ സംസാരിക്കുമ്പോൾ അവ തകർന്ന് തരിപ്പണമാകുന്നു. ആമേൻ, ആമേൻ. ധൈര്യത്തോടെ പറ, വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ആരുടെ നിറവിൽ നിറഞ്ഞു വരണം? ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ നിറവിലല്ല, പിന്നെ ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളം. ആരുടെ നിറവ്? മനുഷ്യന്റെ നിറവ്, എല്ലാ നിറവും ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് അതിൽ എഴുതിയിരിക്കുന്നത്, നീ പൗലോസിന്റെ നിറവിൽ വാന്നല്ല, പത്രോസിന്റെ നിറവിൽ വാന്നല്ല, പിന്നെ ശൗലിന്റെ സോദരം തിമോത്തിയോസിന്റെ നിറവിൽ വാന്നല്ല, പിന്നെയോ ക്രിസ്തു യേശുവിന്റെ എല്ലാ നിറവിനോളം. ആ ശക്തി ഇറങ്ങട്ടെ. ആമേൻ, ആമേൻ. ഇന്നൊരു വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. അതെ, ഒന്നും നടക്കത്തില്ല. ഇന്ന് കണ്ണടച്ച് പിടിച്ച് വിശ്വസിക്കാൻ പറ്റിയാൽ കണ്ണടച്ച് പിടിച്ച് ഉറപ്പായിട്ട് ദൈവവചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതം നീ കാണും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നീ കാണും, അതിശയം നീ കാണും, അടയാളം നീ കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. ഇതുവരെ കണ്ടതുപോലെ അല്ല. ദൈവത്തിന് സ്തോത്രം. ഉമ്മ നമ്പി വന്നേ ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മ നമ്പി വന്നേ ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കയ്യാ ഞാൻ കടന്നു വന്നേ, ഇരു പരിവാരങ്ങൾ എനക്കു തന്നേ. വെറും കയ്യാ ഞാൻ കടന്നു വന്നേ, ഇരു പരിവാരങ്ങൾ എനക്കു തന്നേ. Elohim, உம்மை துதிப்பேன். Elohim, உம்மை துதிப்பேன். Elohim, உம்மை துதிப்பேன். Elohim, உம்மை துதிப்பேன். உம்மை நம்பி வந்தே நான் வெட்கப்படல, உந்தைய என்னை கைவிடல. உம்மை நம்பி வந்தே நான் வெட்கப்படல, உந்தைய என்னை கைவிடல. வெறும் கையா என் கடந்து வந்தே, இரு பரிவாரங்கள் எனக்கு தந்தே. வெறும் கையா நான் கடந்து வந்தே, இரு பரிவாரங்கள் எனக்கு தந்தே. Elohim, உம்மை துதிப்பேன். Elohim, உம்மை துதிப்பேன். ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണടച്ചു പിടിച്ച് ദൈവവചനത്തെ അങ്ങ് വിശ്വസിക്കണം. എൻ്റെ അകത്ത് എന്തുണ്ട്? അത്യന്തപരമായ ശക്തിയുണ്ട്. അടുത്ത വരി 20-ാം വാക്യം കൂടെ വായിച്ചേ. എഫേസ്യർ 20-ാം വാക്യം 3:20 വായിച്ചേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും. നമ്മുടെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോകാവൂ. ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അന്ധകാര ശക്തികളെ കത്തിക്കുന്ന ശക്തി, കോട്ടകളെ ഉടക്കുന്ന ശക്തി, ആരാധനയ്ക്കകത്തിരിക്കാൻ സമ്മതിക്കാതെ വേണം പോരടിക്കുന്ന ദുർഭൂതങ്ങളെ തകർത്തൊതുക്കുന്ന ശക്തി, കോട്ടകളെ ഇടിക്കുന്ന ശക്തി, ദുഷ്ടാത്മ മണ്ഡലങ്ങളെ ഉടക്കുന്ന ശക്തി, പോരുകളെ അഴിക്കുന്ന ശക്തി, സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കുന്ന ശക്തി, വചനം കേൾക്കുവാൻ സമ്മതിക്കാതെ, ആരാധനയ്ക്ക് ഇരിക്കുവാൻ സമ്മതിക്കാതെ, ദൈവശക്തി പ്രാപിക്കുവാൻ സമ്മതിക്കാതെ പല മേഖലകളുടെ നടുവിൽ തച്ചുടച്ച് ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ആത്മാവിന്റെ ശക്തിയോടെ വെളിവരാൻ ഒരു ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. നീ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ പറഞ്ഞേ എന്നെ ആരാധിക്കാൻ സമ്മതിക്കാതെ, എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, വചനം ധ്യാനിക്കാൻ സമ്മതിക്കാതെ, വചനം ശ്രദ്ധിക്കുവാൻ സമ്മതിക്കാതെ പല മേഖലകളുടെ നടുവിൽ എന്നെ ഒതുക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറുവാൻ കൽപ്പിക്കുന്നു. വായ തുറന്ന് പറഞ്ഞേ, എന്നെ വിട്ട് മാറുവാൻ കൽപ്പിക്കുന്നു. തീ
കത്തുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. കർത്താവിന്റെ ശക്തി ഓരോ മക്കളുടെ മേലും ഇറങ്ങും. അത്യന്തപരമായ കൃപയാൽ നിറയും. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ ശക്തി വ്യാപരിക്കുന്നു. ഏത് ശക്തി? ബെഥസ്ത കുളത്തിന്റെ കരയിൽ ചെന്ന് അവനെ എഴുന്നേൽപ്പിച്ച ശക്തി എന്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുകയാണ്. ഒളിഞ്ഞിരിക്കരുത്. എന്റെ നിങ്ങളുടെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ കുരുട്ട് കണ്ണനെ തുറപ്പിച്ച ശക്തി എന്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി എന്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ദുർഭൂതങ്ങളെ കത്തിക്കാനുള്ള ശക്തി. ഗദര ദേശത്ത് 6000 ഭൂതത്തെ തകർത്ത ശക്തി ഉണ്ടല്ലോ, അത് നമ്മുടെ അകത്ത് ഇരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണടച്ചു പിടിച്ച് വിശ്വസിക്കുന്നുണ്ടോ? ആ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ ഒതുക്കുന്ന ഇരുട്ടിന്റെ ശക്തികളോട് യേശുവിന്റെ നാമത്തിൽ വഴി മാറണമെന്ന് പറയുമ്പോൾ ജീസസ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പറയേണ്ടത് നമ്മുടെ കടമ, ചെയ്യേണ്ടത് നമ്മുടെ കടമ. ശക്തി എവിടെ ഉണ്ട്? ആരൊക്കെ വിശ്വസിക്കുന്നു? ശക്തി എവിടെ ഉണ്ട്? നമ്മുടെ അകത്തുണ്ട്. ശക്തി ആരുടെ അകത്തുണ്ട്? നമ്മുടെ അകത്തുണ്ട്. ശക്തി ആരുടെ അകത്തുണ്ട്? എന്റെ നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശക്തി ആരുടെ അകത്തുണ്ട്? കണ്ണട ചുടി വിശ്വസിക്കേ. ശക്തി ആരുടെ അകത്തുണ്ട്? എന്റെയും നിങ്ങളുടെ അകത്ത് ആ ശക്തി ഉണ്ട്. ബാക്കി ആ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ചെയ്യേണ്ടതും നിറയ്ക്കേണ്ടതും കടമാർക്ക്? ചെയ്യേണ്ട കടമാർക്ക്? പറയേണ്ട കടമാർക്ക്? തെളിവാണോ? എടുത്തേ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ തെളിവുകളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരും കഞ്ഞി വെക്കുന്നവർ, ചോറ് വെക്കുന്ന എല്ലാവരും, ഇതിനകത്ത് എല്ലാവരും കഞ്ഞി വെക്കുന്നവരല്ലേ? അരി അടുപ്പത്തിരുന്നവരല്ലേ എല്ലാവരും? സ്തോത്രം. അപ്പോൾ അരി വെന്തോന്നറിയാൻ എത്ര എണ്ണം എടുത്താൽ മതി? അടിയറ്റം മുതൽ മുകളറ്റം വരെയുള്ള എല്ലാ ചോറും എടുത്ത് നോക്കണോ? പിന്നെ ഒന്ന് പോരെ? ഒരെണ്ണം എടുത്ത് ഞെക്കി നോക്കുമല്ലോ എന്താണ്. അതുകൊണ്ട് ഒരെണ്ണമല്ല തരുന്നത്, കുറെ തെളിവ് എന്റെ അകത്തിരിക്കുന്ന ശക്തിയാൽ എന്ത് കഴിയും. ഹല്ലേലൂയ. നീ പൊട്ടിയെ പോലെ വിശ്വസിച്ചാൽ ഇന്ന് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നീ തിരിച്ചു പോകുമ്പോൾ ചില വിടുതൽ നടന്നുകൊണ്ടേ പോകുള്ളൂ. ഹല്ലേലൂയ. വായിച്ച് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വചനം മുതൽ നമുക്ക് എല്ലാവർക്കും കാണാപ്പാട് അറിയാന്നുള്ള വാക്യമാണല്ലേ. അത്ഭുതത്തിന്റെ ആരംഭം, അത്ഭുതം ചെയ്ത ഒരു സ്ഥലവും ആ സാഹചര്യമാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചേ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. എന്താ ഉണ്ടായ കല്യാണം? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. അടുത്ത വരി. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയെ എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വരി. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്. അടുത്ത വരി. ഇത് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞുതരാം. ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച വാക്ക്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് യേശുവിന്റെ അമ്മ ഈ ശുശ്രൂഷക്കാരോട് പറയാൻ കാരണം എന്താ? യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ യേശു ഉദരത്തിൽ ജനിച്ചപ്പോൾ എന്ത് പറഞ്ഞെന്നും യേശു പുറത്തു വരുമ്പോൾ എന്തായിരിക്കുമെന്നും. വേറെ ഈ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യന് മറിയ അറിയുന്നത് പോലെ യേശുവിനെ അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മറിയ ജനിച്ചപ്പോഴേ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഇവനെ കുറിച്ചുള്ള, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേറെ ആരും വിശ്വസിക്കത്തില്ല. മറിയയുടെ ഈ അടുത്ത മക്കൾ വിശ്വസിക്കത്തില്ല. ആ യോസഫിന് പോലും അറിയത്തില്ല. ആ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ മറിയയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തറിയാവുള്ളൂ? ഇവൻ എന്തെങ്കിലും പറയും പോലെ നിങ്ങൾ ചെയ്താൽ മതി, ഇവൻ പറയുന്നതാണ് ശരിയെന്ന് ഈ അമ്മയ്ക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുള്ളൂ. വേറെ ആർക്കും അറിഞ്ഞൂടെ. ഇവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയാൻ വേറെ ആർക്കും വെളിപ്പാടില്ല. മുഴുവൻ വെളിപ്പാടും പ്രാപിച്ചതാരാ? ഈ മറി എന്ന സഹോദരിയാണ്. ഗർഭിണിയാകും മുമ്പേ ഇവളോട് വന്ന് പറഞ്ഞില്ലേ, ഇതാരാണ് നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതെന്ന്. അതുകൊണ്ടാണ് യേശുവിനോട്, ഈ യേശുവിൻ്റെ അമ്മ സ്തോത്ര ശുശ്രൂഷക്കാരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ. കാരണം എന്താ? അവൻ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആർക്കറിയാം? യേശുപ്പന് അറിയാം. ഹല്ലേലൂയ. ആർക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് യേശുവിന് അറിയാം. യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം ആർക്കേ എല്ലാം ചെയ്യാൻ പറ്റൂ. മറിയയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, യേശുവിനെ ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. മറിയയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, യേശുവിനെ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കറിയാം? സ്തോത്രം. ഹല്ലേലൂയ. നല്ലവണ്ണം ആർക്കറിയാം? യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം. യേശുവിൻ്റെ അമ്മയ്ക്ക് യേശുവിനെ അറിയാവുന്നത് പോലെ ആർക്കും അറിയത്തില്ല.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ അമ്മയ്ക്ക് യേശുവിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ മറ്റാർക്കും യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എത്രർക്ക് വെളിപ്പെടുത്തി അറിഞ്ഞുകൂടാ? യേശുവിന്റെ സഹോദരങ്ങൾ എന്താ പറഞ്ഞേ? ദൈവത്തിന് സ്വത്ത്. യേശുവിന്റെ നാട്ടുകാരെന്താ പറഞ്ഞേ? യേശുവിന്റെ അയൽക്കാരെന്താ പറഞ്ഞേ? ബന്ധുക്കൾ എന്താ? പക്ഷെ യേശുവിനെ കുറിച്ച് മോശം വാക്കുകൾ പറഞ്ഞെന്ന് പറയാം, പക്ഷെ ആൾക്കാർ എന്നെ അവിശ്വസിച്ചെന്ന് പറയാം. പക്ഷെ എനിക്കറിയാം, ഞാൻ പാപത്തിലൂടെ ഉണ്ടായ കുഞ്ഞല്ല ഇത്, സ്വർഗം തന്ന കുഞ്ഞാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ആർക്കറിയാം? ഓഹോ, മറിയയ്ക്ക് അറിയാം. ആ മറിയോട് തന്നെ യേശുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയ, സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ഹല്ലേലൂയ, ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്ത് പറയുമോ അതുപോലെ ചെയ്വിൻ. അടുത്ത വരി. അവിടെ യഹൂദന്മാരുടെ, ശ്രദ്ധിക്കണം, അടുത്ത അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. നിറയ്ക്കാൻ പറയേണ്ടത് ആരുടെ കടമ? ദൈവത്തിന്റെ കടമ. എവിടം വരെ നിറയ്ക്കണമെന്നുള്ള ചിന്തിക്കേണ്ട ആര്? അടുത്ത വരി വായിച്ചേ. അവർ വക്കോളം നിറച്ചു. യേശു പറഞ്ഞിട്ടാണോ വക്കോളം നിറച്ചത്? പിന്നെ യേശു പറഞ്ഞിട്ടാണോ വക്കോളം നിറച്ചല്ല, പിന്നെ അവരങ്ങ് നിറച്ചോണ്ടിരുന്നു. നീ എത്രത്തോളം നിറച്ച് വിശ്വസിക്കുമോ, നീ എത്രത്തോളം നിന്റെ കോരി ഒഴിക്കാൻ തന്നിരിക്കുക, കൽഭരണി ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുക, നിന്നെ നിറയ്ക്കാൻ വിട്ടിരിക്കുക. നീ കാൽഭാഗം നിറച്ചാൽ അത്രേ ഉള്ളൂ, എന്നാൽ വക്കോളം നിറച്ചാൽ, നിറഞ്ഞ് തുളുമ്പുന്ന മണ്ണ് നിറച്ച, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിശ്വസിക്കും പോലെ നിറയ്ക്കാൻ പറ്റൂ, വിശ്വാസം പോലെ നിറയ്ക്കാൻ പറ്റൂ, വിശ്വാസം പോലെ ചിലത് കൽപ്പിക്കാൻ പറ്റൂ. അവർ വിശ്വസിച്ചു, പച്ചവെള്ളം വക്കോളം കോരി എന്ന് നിറച്ചു. ആമേ, കോരി കൊടുത്തുല്ലേ? കോരി കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദരനെ, സഹോദരിയെ, നിറയ്ക്കേണ്ടത് നിന്റെ കടമയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ അകത്തിരിക്കുന്ന ശക്തിയാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കേണ്ടതും നിറയ്ക്കേണ്ടതും കൽപ്പിക്കേണ്ടതും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ എത്ര വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആഴമായ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ആഴമായ തിരുവചനങ്ങൾക്കായി ശക്തിയാൽ നിറഞ്ഞു ഒഴുക്കുവാൻ എന്റെ ദൈവം എന്റെ അകത്ത് പകർന്നിട്ടുണ്ടെന്നും അത് വിശ്വസിക്കേണ്ട കടമ, നിറയ്ക്കേണ്ട കടമ, അധികാരത്തോടെ ഭവന തലങ്ങൾക്കകത്തിരിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഉടക്കേണ്ട കടമ, അത് നമുക്കുള്ളത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ? ഹല്ലേലൂയ. കുടുംബ തലങ്ങൾക്കകത്ത് ഉള്ള ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഉടക്കേണ്ട കടമ ആരുടേത്? ആരുടേത്? നമ്മുടേത്. അതിനുള്ള ശക്തി ആർക്ക് തന്നിട്ടുണ്ട്? നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. എന്നെ ഒതുക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ വഴി മാറടാ, എനിക്കെതിരെയുള്ള വാഴ്ചകളെ, അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ വഴി മാറടാ എന്ന് പറയേണ്ട ശക്തി എന്റെ നിങ്ങളുടെ അകത്ത് തന്നിട്ടുണ്ട്. നിറയ്ക്കേണ്ട നമ്മുടെ കടമ, നിറയ്ക്കേണ്ട നമ്മുടെ കടമ, നിറയ്ക്കേണ്ട നമ്മുടെ കടമ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറച്ച ശേഷം കർത്താവിന്റെ വാക്ക് കേട്ട് കോരി ഒഴിക്കേണ്ടത് നമ്മുടെ കടമ, കൽപ്പിക്കേണ്ടത് നമ്മുടെ കടമ. ശത്രു ഉടയും, ബന്ധനം അഴിയും, ദുഃഖം പൊട്ടും, ഇരുട്ടുകൾ നീങ്ങി പോകും. നിനക്ക് തടസ്സമേൽക്കും തടസ്സങ്ങളെല്ലാം പൊട്ടി മാറും, വീര്യമുള്ളതായി മാറും, വീര്യമുള്ളതായി മാറും. നീ നിറയ്ക്കുക മാത്രമല്ല, വക്കോളം നിറയ്ക്കുക മാത്രമല്ല, നീ വിശ്വാസത്താൽ ദൈവം കൽപ്പിച്ച വാക്ക് കേട്ട് കോരി കൊടുക്കുമ്പോൾ അത് വീര്യമുള്ളതായി അർത്ഥം. അതിന് മറുപടിയായി തീ 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 കത്തുന്നു, 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 കത്തുന്നു. ഒരു ശക്തി ചില മക്കളുടെ മേൽ ജ്വലിച്ചു പുറത്തു വരുന്നു. ആത്മാവിന്റെ ശക്തി ജ്വലിച്ചു പുറത്തു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ അവിശ്വാസങ്ങൾ ഒടിയുന്നു, അവിശ്വാസങ്ങൾ ഒടിയുന്നു, അവിശ്വാസങ്ങൾ ഒടിയുന്നു, അവിശ്വാസങ്ങൾ ഒടിയുന്നു, അവിശ്വാസങ്ങൾ ഒടിയുന്നു, ദുഷ്ടനുഖങ്ങൾ ഒടിയുന്നു, ദുഷ്ടനുഖങ്ങൾ ഒടിയുന്നു. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകർന്ന് തച്ചുടക്കപ്പെടുന്നു, പിശാചിന്റെ പോരുകൾ അഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിറയ്ക്കേണ്ട കടമ ആരുടെ? നിറയ്ക്കേണ്ട കടമ ആരുടെ? എവിടം വരെ നിറയണമെന്ന് നമ്മൾ ചിന്തിച്ചോളണം. എവിടം വരെ നിറയ്ക്കണമെന്ന് മനസ്സിലായി? എവിടം വരെ നിറയ്ക്കണമെന്ന് നമ്മൾ ചിന്തിച്ചോളണം. എപ്പോഴും നിറഞ്ഞു ഒഴുകട്ടെ. അത്രത്തോളം നിറച്ചോ, ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ എപ്പോഴും നിറച്ചോണ്ടിരുന്നു. അത് ആ ഡ്യൂട്ടി കുറയ്ക്കണ്ട. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. നിങ്ങൾ എത്രയൊക്കെ ആഴം വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുവിടാം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കണമോ? യേശു ഒഴുകിയത് പോലെ ഒഴുകണം. എന്റെ അകത്ത് ഒരു ശക്തി ഉണ്ട്. ആ ശക്തി ജ്വലിച്ച് നിറഞ്ഞൊഴുകാൻ വായിക്കുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ, അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതെല്ലാം അറിയാന്നുള്ള വാക്യങ്ങളാണ്. എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. 4-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ
വരുമ്പോൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പാത്രങ്ങൾ എന്ത് ചെയ്യല്ലേ? കുറയ്ക്കാതിരിക്കേണ്ട കടമാരുടേത്. ഒരുപാട് പാത്രങ്ങൾ നിറയ്ക്കേണ്ട കടമാരുടേത് എന്ന് പറഞ്ഞാൽ പാത്രം തീർന്നു പോകാതിരിക്കേണ്ട കടമാർക്ക് ആരുടേത്? കുറച്ച് വാങ്ങിക്കല്ലേ, വാങ്ങി വാങ്ങി തീരരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒഴുക്ക് നിൽക്കരുത്. നിറച്ചിട്ട് മിച്ചം വെക്കുന്ന അങ്ങനെ വേണ്ട. പിന്നെ അത് പാത്രം വരവും തുടർച്ചയായിട്ട് വരണം, ഒഴിക്കലും തുടരെ ഒഴിക്കണം. നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഒന്നും എനിക്കറിയത്തില്ല. ആമേൻ. അത്യന്തപരമായ ശക്തി നിന്റെ അകത്തുണ്ട്. നിറച്ച പാത്രങ്ങൾ നീക്കി മാത്രം വെക്കാനല്ല, പാത്രം തീരുമ്പോൾ നിർത്താനല്ല. എത്ര പേർക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ വചനം വായിച്ചിട്ട് നമുക്ക് അത് ധ്യാനിക്കണം. നിങ്ങൾ ചിന്തിച്ചേ, ആ വചനം വായിച്ചിട്ട് നമ്മൾ ധ്യാനിക്കും. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവൂ. അകത്ത് നമ്മുടെ മേൽ എന്തുണ്ട്? എഫേസ്യർ 3:20 എന്ത് പറഞ്ഞു? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മളിൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്തിനുള്ള ശക്തി? വിശ്വസിക്കാനുള്ള ശക്തി. എന്തിനുള്ള ശക്തി? വക്കോളമല്ല, നിറഞ്ഞൊഴുകുന്ന അളവിൽ നിറയ്ക്കാനുള്ള ശക്തി ആരിൽ വ്യാപരിക്കുന്നുണ്ട്? നിറയ്ക്കേണ്ട കടമാരുടേത്? വിശ്വാസത പറയേണ്ട കടമാരുടേത്? കൽപ്പിക്കേണ്ട കടമാരുടേത്? ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഉടക്കേണ്ട കടമാരുടേത്? ശത്രുവിനെ കുടഞ്ഞ് കളയേണ്ടത് ആരുടേത്? കുടുംബത്തിലെ അംഗങ്ങളെ, രക്ഷയിലേക്ക് വരാത്തവരെ യേശുവിന്റെ നാമത്തിൽ ദുഷ്ട അവരെ വിട്ട് നീങ്ങിപ്പോ എന്ന് പറയേണ്ടത് ആരുടെ കടമ? തലമുറകളെ ഒതുക്കുന്ന ശക്തികളെ നോക്കി എന്റെ തലമുറകളെ ഒതുക്കി വിദ്യാഭ്യാസത്തെ, ഭാവിയെ, നന്മകളെ, ദൈവകൃപയെ, അനുസരണക്കേറിട്ട് ഒതുക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ വഴി മാറടാ എന്ന് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പിന്നെ നിറഞ്ഞു പറയണം. നിറഞ്ഞു കവിയുന്നത് പോകും വരെ പറയണം. അതിന്റെ കടമ ആരുടേത്? നമ്മുടേത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, സ്തോത്രം. യേശുപ്പച്ചനോട് ചോദിച്ചു, കർത്താവേ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? ഇല്ല. പിന്നെ എത്ര? 7 അവസാനം വരെ എന്ത് ചെയ്യണമെന്നാ അതിൻ്റെ അർത്ഥം? ക്ഷമിക്കണം. ഇനി ശാസിച്ചു പോയില്ല, അപ്പോൾ ഒറ്റ പ്രാവശ്യം ശാസിച്ചു പോയില്ല, അതുകൊണ്ട് അത് നിർത്തി മതിയാക്കണമെന്നാണ്. അല്ല, പോകുന്നവരെ ശാസിക്കണം. പോകുന്നത് വരെ, അതിൽ നിന്ന് ഫ്രീ ആകുന്നത് വരെ, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് വരെ, അതിൽ നിന്ന് പൂർണ്ണ വിടുതലോടെ പുറത്ത് വരുന്നത് വരെ അവന്റെ കോട്ടകളെ ഉടക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പാത്രം തരേണ്ടത് എന്റെ ദൈവത്തിന്റെ കടമ, കോരം പറയേണ്ടത് ദൈവത്തിന്റെ കടമ, നിറയ്ക്കേണ്ട കടമ നമ്മുടേത്. എത്ര വരെ നിറയ്ക്കണമെന്നുള്ളത് നമ്മുടേത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എത്രമാത്രം വിശ്വാസത്തോടെ നിനക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ നോക്കി പറയണം എന്നുള്ള ഉറപ്പ് നിന്റേത്. നീ പറയും തോറും വിടുതൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, വായിച്ചേ, ഒന്നുകൂടെ വായിച്ച വചനം. 2 രാജാക്കന്മാർ 4:2 മുതൽ വായിച്ചേ. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല. മറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതിന് അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. അയൽക്കാർക്കെല്ലാം വെറും പാത്രങ്ങളേ ഉള്ളൂ. മനസ്സിലായില്ലേ? അഭിഷേക നിറവുള്ള ആരും ഇല്ല, എല്ലാവരും വെറും പാത്രങ്ങളാ. എല്ലാത്തിനും പിടിക്കണം. എല്ലാം വെറും പാത്രങ്ങളാ, എല്ലാം പാപത്തിൽ കിടക്കുന്നവരാ, എല്ലാത്തിനും തൂക്കിയെടുക്കണം. ഹല്ലേലൂയ. അതിന് ആർക്ക് വിശ്വാസം വേണം? നമുക്കൊരു വിശ്വാസം വേണം. വീട്ടിനകത്തുള്ള പാത്രം, വീട്ടിന്റെ പുറത്തുള്ള പാത്രം, ഒരുപാട് പാത്രങ്ങൾ എണ്ണ ഇല്ലാതെ കിടക്കയാ. ഒഴിഞ്ഞു കിടക്കയാ, ഒരു ഉപയോഗമില്ലാതെ കിടക്കയാ പാത്രങ്ങൾ. ഹല്ലേലൂയ. വെറും പാത്രങ്ങൾ എങ്ങനെ വാങ്ങണം? വായ്പ വാങ്ങണം. അടുത്ത വരി. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്തു കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങളെ വെച്ചു കൊടുത്തു, പകർന്നു. അടുത്ത വരി. എത്ര പകരണം എന്നുള്ളത് പകരാൻ കൽപ്പിക്കേണ്ട ദൈവത്തിന്റെ കടമ, പകരേണ്ടത് നമ്മുടെ കടമ. ഇനി എത്ര പാത്രത്തിൽ പകരണമെന്നും പാത്രം നിർത്തലാക്കണമെന്നും പാത്രം വരവ് നിർത്തണമെന്നും അതിന്റെ കടമ നമ്മുടേതാണ്. നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇരിക്കും. ഇന്ന് പകൽക്കാലം മകളെ, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. നീ നിന്റെ കൂടെ ഉള്ള ഒരു പാത്രം വെച്ചോണ്ടിരിക്കും. അവര് പാത്രം വെച്ചോണ്ടിരുന്നാൽ എണ്ണ നിൽക്കത്തില്ല. ഹല്ലേലൂയ. പാത്രം കുറച്ച് വെച്ചാൽ അത്രയും പാത്രത്തിലെ ഒഴുകൂ. അതോടെ എന്ത് ചെയ്യും? നിലയ്ക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എൻ്റെ ശരീരത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കൽ ജീവൻ വരുന്നത് വരെ പാത്രം വേണം.
നിറയ്ക്കാൻ വേണം. ഓ, ധൈര്യത്തോടെ പറ, കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ പാത്രം നിറച്ചോണ്ടിരിക്കണം. എവിടെ പോകുമ്പോഴും നിറയണം. പറഞ്ഞ് ആരൊക്കെ വിശ്വസിക്കതേ? അതല്ലേ പറഞ്ഞേ, തുടക്കത്തിലെ കർത്താവിന്റെ ആത്മാ പറഞ്ഞു. ഞാൻ ഇതൊന്നും പ്രസംഗിക്കാൻ വന്നതല്ല. തുടക്കത്തിലെ കർത്താവിന്റെ ആത്മാ പറഞ്ഞു, പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിച്ചാലേ ഈ വചനം പിടികിട്ടേ ഉള്ളൂ, ഇത് നിറയ്ക്കാനും പറ്റുള്ളൂ. ഓ ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് പോകാൻ കേട്ടിട്ട് പോകാം, ഇത് അംഗീകരിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇതിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ വചനം എന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, നീ എല്ലാ വെറും പാത്രങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? വാങ്ങാൻ പറഞ്ഞു ഇല്ലേ? വാങ്ങാൻ പറഞ്ഞു. അടുത്തവര് ഒന്നുകൂടെ വായിച്ചു പോയേ. ഒന്നാമത് എന്താ പറഞ്ഞേ? എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 15 മുതൽ അങ്ങോട്ട് വായിച്ച് 20-ാം വാക്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മളിലൊരു ശക്തി വ്യാപരിക്കുന്നു പറഞ്ഞു. ആ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, അങ്ങനെ തന്നെ കൃപ ഇരിക്കും, ജ്വലിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് സ്വത്രം. ഒന്നാമത് പറഞ്ഞ തെളിവ് എന്തോന്നാ? കൊത്തി നോക്കിയത് എന്തോന്നാ? ഞെക്കി നോക്കിയത് എന്താ? ഒന്നാമത്തെ വചനം. ആമേൻ. യോഹന്നാൻ 2-ാം അധ്യായത്തിനകത്ത് കാനാവിലെ കല്യാണത്തിന് യേശു ക്രിസ്തു എന്ത് ചെയ്ത് പറഞ്ഞു? ഹല്ലേലൂയ. കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നിറയ്ക്കാൻ പറയേണ്ട കടമ ദൈവത്തിൻ്റെത്. ഏതിൽ നിറയ്ക്കണമെന്ന് പറയേണ്ട കടമ ദൈവത്തിൻ്റെത്. എന്നാൽ നിറയ്ക്കേണ്ട കടമ ബാല്യക്കാരുടേതാണ്. ആമേൻ. അവിടെ നിന്ന് ജനത്തിൻ്റെതാണ് നിറയ്ക്കേണ്ട കടമ. അവർ എവിടം വരെ നിറച്ചു? അല്പം നിറച്ചതല്ല, വാക്കോളം നിറച്ചു. നിറയ്ക്കേണ്ട കടമ നിന്റെയാണ്. നിന്റെ വിശ്വാസം ചോർന്ന് പോകരുത്. ഓ, നിന്റെ കൃപ ചോർന്ന് പോകരുത്. നിറഞ്ഞ ഒരു വിശ്വാസത്തോടെ നിന്റെ ഭവനം രക്ഷിക്കപ്പെടും. നിന്റെ ഭവനത്തിന്റെ അയൽവക്കത്തുള്ള എല്ലാവരും കൂട്ടത്തോടെ മനസ്സാന്തരപ്പെടും. നിറഞ്ഞ വിശ്വാസം. ഓ, ദേശം പിടിക്കപ്പെടും. പറ, ദേശം പിടിക്കപ്പെടും. ഞാൻ പാർക്കുന്ന ദേശം പിടിക്കപ്പെടും. മാത്രം പറ, ഞാൻ പാർക്കുന്ന ദേശം, ഞാൻ പോകുന്ന ദേശങ്ങൾ ക്രിസ്തു ഇറങ്ങി ചെന്ന് കോട്ടകളെ ഇടിച്ച് ആ ദേശങ്ങളെ പിടിച്ചെടുക്കും. വിശ്വാസത്തോടെ പറ, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. അരവിശ്വാസത്തോടെ, കാൽ വിശ്വാസത്തോടെ ഇരുന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. നിറഞ്ഞ വിശ്വാസത്തോടെ ഈ വചന സത്യമാണെന്ന് ആരൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു അവർ അത്ഭുതങ്ങൾ അവരുടെ കണ്ണിന് മുമ്പിൽ കാണും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഹല്ലേലൂയ. അവർ 10 ഗ്ലാസ് നിറച്ചെങ്കിൽ അത്രേ കാണുള്ളായിരുന്നു. എത്ര വരെ നിറയ്ക്കണമെന്ന് നിറയ്ക്കേണ്ടത് കടമ, ഏൽപ്പിക്കപ്പെട്ടവരുടെ കടമ. ഓ ജീസസ്, ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ ഞെക്കി നോക്കാൻ പറഞ്ഞ ഏത് വചനമാ? രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ 4-ാം അധ്യായമാണ് പറഞ്ഞത് അല്ലേ? അടുത്ത വാക്യം വായിച്ചേ. വെറും പാത്രങ്ങൾ വാങ്ങുക. നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി. ആ പാത്രം ഒന്നും നിന്റെതല്ല, പിന്നെ ആരുടേതാ? വായ്പ വാങ്ങും, തിരിച്ചു കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കാം? നിറയ്ക്കണം. ചുമ്മാ അല്ല. ആ പാപത്തിന്റെ കോട്ടകളെ ഉടച്ചിട്ട് അവരെ അഭിഷേകത്താൽ നിറച്ച് അവരൊരു തീയായി എന്നും ദൈവത്തിനെ കേട്ടോണ്ടിരിക്കുക മാത്രമല്ല, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്താൽ നീ നിറഞ്ഞ് മറ്റുള്ളവരെ നിറച്ച്. ഓ, എനിക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിയത്തില്ല സ്നേഹിതരെ. ഇത് പൊട്ടിയെ പോലെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതല്ലാതെ നമ്മൾ കാണാനൊക്കിരുന്നാൽ ഇതൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇതെന്തോന്നോ ഒന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ഇതിനകത്തോട്ട് അങ്ങ് ഇറങ്ങി ചെന്നാൽ ഇത് എനിക്കകത്ത് എൻ്റെ പ്രിയൻ, എൻ്റെ പ്രാണപ്രിയൻ എന്നോട് മാത്രം സംസാരിക്കുകയാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഇപ്പൊ വായിച്ച വാക്യം നിർത്തിയ വായിക്കും കൂടെ ഒന്നുകൂടെ വായിച്ചേ. നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. വെറും പാത്രമേ വാങ്ങാൻ മതി. വെറും പാത്രം വാങ്ങിയാൽ മതി. വെറും പാത്രത്തിൽ നീ പ്രാപിച്ച ദൈവശക്തിയെ അവൻ പ്രശംസിക്കരുത്. നിറയ്ക്കണം. ജീസസ്, ഹല്ലേലൂയ. അടുത്ത വരി. പാത്രങ്ങൾ കുറവായിരിക്കരുത്. കണ്ടോ, നമ്മൾ എത്ര പാത്രം വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. കർത്താവേ 50 പാത്രം വന്നു, മതിയപ്പ, ഇനി അങ്ങ് ജീവൻ എടുത്താലും കുഴപ്പമില്ല പറയരുത്. പിന്നെ കർത്താവിൻ്റെ അടുത്ത് വരുന്ന വരെ എനിക്ക് നിറച്ചോണ്ടിരിക്കണം. പാത്രം വന്നോണ്ടിരിക്കണം. പാത്രവും നിലയ്ക്കരുത്, ഒഴുക്ക് നിലയ്ക്കരുത്, തീ പോലെ നിൽക്കണം. പാത്രത്തിന്റെ വരവ് നിൽക്കരുത്, ഒഴുക്ക് നിൽക്കരുത്. ഞാൻ ഒഴിച്ചോളാം, പാത്രം നിറഞ്ഞു വരട്ടെ. എന്റെ അകത്ത് പ്രാപിച്ച ശക്തിയാൽ ഞാൻ വിശ്വാസത്താൽ ഒഴിച്ചോണ്ടിരിക്കും. പറ, ഞാൻ വിശ്വാസത്താൽ യേശുവിൻ നാമത്തിൽ
മറ്റുള്ളവന് പകർന്നുകൊണ്ടിരിക്കും. സമാധാനമില്ലാതെ വരുന്നവന്, വേദനയോടെ വരുന്നവന്, വചനം അറിഞ്ഞുകൂടാതെ വരുന്നവന്, പാവിയായി വരുന്നവന്, അഭിഷേകമില്ലാതെ വരുന്നവന്, ലോക ചിന്തയോടെ വരുന്നവന് ആത്മാവിന്റെ നിറവോടെ ഞാൻ പകർന്നുകൊണ്ടിരിക്കും. കർത്താവിനെ നിറച്ചുകൊണ്ടിരിക്കും. ഓ, നിറഞ്ഞ പാത്രം മാറ്റി വെക്കും. അടുത്തൊഴിഞ്ഞ പാത്രങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. യേശുവിനടുത്ത് കയറി പോകുന്നത് പോരായും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നീ പോകുന്ന സ്ഥലത്തുള്ളതെല്ലാം വെറും പാത്രമല്ലേ സ്നേഹിതരെ? പോകുന്നിടത്തെല്ലാം ഉള്ളതെല്ലാം വെറും പാത്രമല്ലേ? എല്ലാം വെറും പാത്രമല്ലേ? ഓ ഹല്ലേലൂയ. എല്ലാം വെറും പാത്രമല്ലേ? ആണോ? അല്ലേ? എല്ലാം നിറഞ്ഞ പാത്രമാണോ പോകുന്നിടത്തെല്ലാം? ഇല്ല. ചിലപ്പോൾ ഒരാൾ പോകുന്നിടത്ത് ആ സ്ഥാപനത്തിലുള്ള എല്ലാം വെറും പാത്രമായിരിക്കും. ദൈവം നിന്നെ കണ്ടിരിക്കുന്ന വെറും പാത്രം നിറയ്ക്കാം. നീ ചത്തുകുത്തിയിരുന്ന് എങ്ങനെ നിറയ്ക്കും? നീ അതിൽ വിശ്വസിച്ച്, നീ അത് കണ്ണടച്ച് ആ ദൂതനെ ഏറ്റെടുത്ത്, ഏറ്റെടുത്ത് നീ നിറഞ്ഞു പോയാൽ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ആത്മാവേ, അങ്ങ് പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ല ആത്മാവേ, അങ്ങ് പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ല ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ആത്മാവേ, അങ്ങ് പിരിഞ്ഞൊരു വാക്ക് പറയുവാൻ ഇടവരുത്തല്ല 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 ആത്മാവേ. അങ്ങ് പിരിഞ്ഞൊരു വാക്ക് പറയുവാൻ ഇടവരുത്തല്ല ആത്മാവേ, അങ്ങ് പിരിഞ്ഞൊരു വാക്ക് പറയുവാൻ ഇടവരുത്തല്ല ആത്മാവേ, അങ്ങ് പിരിഞ്ഞൊരു വാക്ക് പറയുവാൻ ഇടവരുത്തല്ല ആത്മാവേ. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ പറഞ്ഞു വിട്ട് പാത്രം എന്ത് ചെയ്യല്ലേ? കുറയരുത്. പാത്രം നിന്നാൽ ഒഴുക്കും നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? പാത്രം നിന്നാൽ ഒഴുക്ക് നിൽക്കും, പാത്രം കുറയല്ലേ. വരുന്ന പാത്രത്തിൽ നീ നിറച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. എങ്ങനെ നിറയ്ക്കും? വിശ്വസിക്കണം. എൻ്റെ അടുത്ത് വരുന്ന പാത്രം എല്ലാം ഒഴിഞ്ഞു പോകും. എൻ്റെ അടുത്ത് വന്ന് ഇരുന്നാ മതി, അത് നിറഞ്ഞുകൊണ്ടിരിക്കും. ഓഹോ, അങ്ങനെ പറ. ഇന്ന് ഞാൻ നിറഞ്ഞുകൊണ്ട് പോകും. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ വീട്ടിനകത്ത് രക്ഷിക്കപ്പെടാത്തവരുടെ അടുക്കൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ, അവരുടെ അടുക്കലും എന്നിൽ നിന്ന് ദൈവശക്തി ഇറങ്ങി അവരും നിറയും. അവരെ കെട്ടും പൊട്ടും. പോകുന്നിടത്തും വരുന്നിടത്തും ആത്മാവിന്റെ ഒഴുക്ക് പകരാൻ എൻ്റെ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, അവിടെ പാത്രം അടുത്തവർ വായിച്ചേ. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. നിറഞ്ഞേനെ ഇനി നിറയ്ക്കേണ്ട കാര്യമൊന്നും, അതിനെ അടുത്ത് നിറച്ചോട്ടെ. അതിനങ്ങ് ഒതുക്കി വെച്ചാൽ മതി, നിറഞ്ഞൊഴിക്കൊള്ളും. അതിനെ നീ പിടിക്കണ്ട, നിറഞ്ഞൊഴിക്കൊള്ളും. ഹല്ലേലൂയ. അടുത്ത് ഇനി നിറയ്ക്കേണ്ടതിനെ നിറച്ചോണ്ടിരിക്കണം. ഓ, നിറയ്ക്കേണ്ടതെല്ലാം നിറച്ചോണ്ടിരിക്കണം. ദേശങ്ങൾ പട്ടണങ്ങൾ പോകുമ്പോ എവിടെയെല്ലാം നീ ഒരു ദിവസം കാലിൽ എവിടെയെല്ലാം നിറയ്ക്കേണ്ടതെല്ലാം നിറച്ചിട്ട് പോ. ഓ ഹല്ലേലൂയ. വിശ്വാസത്തോടെ കൈ പിടിച്ച് പറ, എൻ്റെ ദൈവം നിന്നെ പുറത്തിറക്കാൻ പോകുന്നു പറ. അപ്പ തന്നെ നിറയും അയാള്. വേറെ ഒന്നും പറയണ്ട, വേറെ ഒന്നും പറയാനല്ല ഞാൻ പറയുന്നത്. വിശ്വാസത്തോടെ പറ, നിന്റെ ആദിത മാറാൻ പോകുന്നത് പറ, അവര് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ, നിന്റെ സ്ഥിതിക്ക് ഇതാ യേശു മാറ്റം വരുത്താൻ പോണെന്ന് പറ. അത് പറയുമ്പോ തന്നെ അവര് നിറയും. വിശ്വാസത്തോടെ പറ, നിന്റെ കുടുംബത്തെ ഒതുക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലം കെട്ടറ്റ് മാറാൻ പോകുന്നത് പറ. പറയുമ്പോ തന്നെ അത് അഴിഞ്ഞു മാറും.
നിങ്ങൾക്ക് വെളിപ്പെട്ടോന്ന് എനിക്കറിയത്തില്ല. അത് നിറഞ്ഞു ഒഴുകും. ഹല്ലേലൂയ. ആ നിറഞ്ഞ പാത്രത്തിനെല്ലാം മാറ്റി ഒതുക്കി വെച്ചോ. പക്ഷെ ഒഴിഞ്ഞ പാത്രത്തിന് വ്യത്യസ്തമായ പാത്രങ്ങളാണ് വരുന്നത്. വ്യത്യസ്ത അളവുള്ള പാത്രങ്ങളായിരിക്കും. വിശ്വാസത്തിന്റെ ഏറ്റവും കുറച്ചുള്ള പാത്രമായിരിക്കും. അളവും പരിധിയുള്ള പാത്രങ്ങളായിരിക്കും. വ്യത്യസ്ത അളവിലും ഭംഗിയിലുള്ള പാത്രങ്ങളായിരിക്കും. ഓരോ പാത്രം നീ ഏതെ നോക്കണം, നിറയ്ക്കേണ്ട കടമ. ഓ, ആ ഇരിക്കുന്ന പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച്, ഇരിക്കുന്ന പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് നിറയ്ക്കേണ്ട കടമ നിന്റേത്. ഹല്ലേലൂയ. നിറച്ച് നിറച്ച് ഒഴുക്കി മാറ്റി വെക്കേണ്ട കടമ നിന്റേത്. അടുത്ത വരി വായിച്ചേ. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ. നമ്മൾ സഭയായിട്ട് നിറയ്ക്കേണ്ടവരാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദൈവ വേലക്കാരും ശുശ്രൂഷ ചെയ്യുന്നവരും ഒപ്പം സഭയ്ക്കകത്തുള്ള എല്ലാ അംഗങ്ങളോടെ ചേർന്ന് പാത്രം പറക്കി വെച്ച് നിറയ്ക്കേണ്ടവരാ. ഇതൊരു ദൗത്യമായിട്ട് ദൂതായി ഇതൊരു ആലോചനയെ ഏറ്റെടുത്ത് തീ പോലെ നിന്നാലുണ്ടല്ലോ. ആമേൻ, 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 ആമേൻ. ദേശങ്ങളെ, പട്ടണങ്ങളെ, രാജ്യങ്ങളെ നിറയ്ക്കാൻ തീ 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 നിറയ്ക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ പാത്രം നിന്നു എണ്ണയും പാത്രം നിന്ന എന്ത് നിൽക്കും? എണ്ണയും നിൽക്കും, ഒഴുക്കും എല്ലാം നിൽക്കും. പക്ഷെ പാത്രം നിൽക്കാതിരുന്നാൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കും. അർത്ഥം എന്താ? നമ്മൾ ദേശങ്ങളിലോട്ട് ഇറങ്ങിപ്പോയാൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കും. വെച്ചോണ്ട് ഒളിച്ചിരുന്ന ദൈവം തന്നേനെ മതി, ഞാനും എനിക്കും എന്ന് വെച്ചോണ്ടിരുന്ന ശക്തിയോടെ എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവം പകർന്ന ഒരു ശക്തിയുണ്ട്, അത്യന്തപരമായ ശക്തി. ആ ശക്തിയാൽ കർത്താവിൽ നിറഞ്ഞ് നമ്മൾ പ്രാപിച്ച ശക്തിയെ മറ്റുള്ളവർക്ക് ഒന്ന് സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. നോക്കിയേ, ഹല്ലേലൂയ. മറിയയുടെ വന്ദന സ്വരം കേട്ടു അല്ലേ? ഒറ്റ വന്ദന സ്വരത്തിൽ പിള്ള തുള്ളിയില്ല, നിറഞ്ഞില്ലേ? നിറഞ്ഞില്ലേ? ഹല്ലേലൂയ. എല്ലാവരോടും ചെന്ന് സുവിശേഷം പറയണമെന്നാണോ എൻ്റെ അർത്ഥം? അല്ല. ഓരോ വ്യത്യസ്ത അളവിലുള്ള പാത്രങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളവന്റെ ആവശ്യം കണ്ട് ഒറ്റവരി പറയുമ്പോൾ ആ പാത്രം നിറഞ്ഞിരിക്കും. അങ്ങനെ ഒതുക്കി വെച്ച് അടുത്ത ആവശ്യമുള്ള പാത്രത്തെ നിറയ്ക്കാൻ നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പാത്രം നിന്നപ്പോൾ എണ്ണ നിന്നു. പാത്രം നിന്നാൽ എണ്ണ നിൽക്കും. പാത്രം നിന്നില്ലേ എണ്ണ കുറയത്തില്ല. ഞാൻ പറഞ്ഞുതരാം, തെളിവ് അതിനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാത്രം നിന്നാൽ എണ്ണ നിൽക്കും. പാത്രം നിലയ്ക്കാതിരുന്നാൽ എണ്ണ അങ്ങനെ തന്നെ പോകും. വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചത് 4-ാം അധ്യായമാണല്ലേ? ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിലുള്ള വാക്യമല്ല ചിന്തിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതേ അധ്യായം തന്നെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇപ്പുറത്ത് വരുമ്പോൾ സ്തോത്രം, കുഴികൾ കുഴിക്കാൻ പറയുന്നു അല്ലേ? അതേതാ അവിടുത്തെ? ദൈവത്തിന് സ്തോത്രം. കുഴികൾ കുഴിക്കാൻ പറയുന്നു. വെള്ളമില്ല, മഴയില്ല. വായിച്ചേ. എത്ര വാക്യം? 3-ാം അധ്യായം വായിച്ചേ. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരൻ എന്റെ അടുക്കൽ കൊണ്ടുവരും. 3-ാം അധ്യായം എത്ര വാക്യം എന്ന് പറഞ്ഞിട്ട്? 15 മുതൽ. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരൻ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞു, എന്തെന്നാൽ യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ. അനേകം കുഴി. എത്ര കുഴി വേണമെന്ന് വെട്ടേണ്ടവർ തീരുമാനിച്ചോളണം. പറയേണ്ട ദൈവത്തിന്റെ കടമ. അനേകം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നിറഞ്ഞ വിശ്വാസം എന്ന് ചിലത് കൽപ്പിക്കുമോ കെട്ടുകൾ പൊട്ടിയിരിക്കും. വിശ്വാസത്തോടെ പറ, ഇയാൾ രക്ഷിക്കപ്പെടത്തില്ലെന്നല്ല, രക്ഷിക്കപ്പെടുമെന്ന് പറ. ജീസസ്. ഇയാളുടെ കെട്ട് പൊട്ടുമെന്ന് പറ. ഇയാളുടെ കണ്ണ് തുറക്കുമെന്ന് പറ. അത്ഭുതങ്ങൾ കാണുന്ന പറ. അതിശയം കാണുന്ന പറ. ശത്രുവിന്റെ പദ്ധതിയിൽ നടക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പദ്ധതി കാണുമെന്ന് പറ. അത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. കുഴി വെട്ടാൻ പറഞ്ഞില്ലേ? വായിച്ചേ. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, കാറ്റ് കാണത്തില്ല, മഴയും കാണുകയില്ല. കുഴിയെ വെട്ടിയുള്ളൂ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. അടുത്ത്, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും എത്ര കുഴി വെട്ടോ അത്രയും കുഴി നിറഞ്ഞു വീഴും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വെട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുഴി കുറഞ്ഞ വെള്ളം നിൽക്കും. ദൈവത്തിന്റെ സ്തോത്രം. എത്രത്തോളം കുഴി വെട്ടുമോ വെട്ടേണ്ട കടമാർക്ക്, പറയേണ്ട കടമാർക്ക്, ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ വിശ്വാസത്തോടെ ജ്വലിപ്പിക്കേണ്ട കടമാർക്ക്. നമ്മൾ വിശ്വസിച്ച് ജ്വലിപ്പിക്കണം. കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന കൃപ ജ്വലിക്കണപ്പാ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലെ ആ ശക്തി ഉണ്ടെന്ന് എഫേസ്യരുടെ ലേഖനത്തിൽ പറയുന്നില്ലപ്പാ. അങ്ങനെയിൽ എൻ്റെ മേലെ കൃപയുണ്ട്, ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് ജ്വലിച്ച് പാത്രങ്ങൾ നിറയണം. ഏതെല്ലാം ആവശ്യങ്ങളുള്ള പാത്രങ്ങളാണോ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ പോകുന്നിടത്തുള്ളത്, ആ പാത്രങ്ങളെല്ലാം നിറയ്ക്കുവാൻ കർത്താവ് ഞങ്ങളുടെ മേൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. അപ്പൊ പോകാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പാത്രങ്ങൾ നിറയ്ക്കാൻ തുടങ്ങും.
ഹല്ലേലൂയ. പാത്രം നിലച്ചാൽ ഒഴുക്കും നിലയ്ക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം നിലച്ചാൽ ഒഴുക്കും നിലയ്ക്കും. നിങ്ങൾ മറ്റുള്ളവരെ താങ്ങുന്ന വാക്ക് നിലച്ചാൽ ഒഴുക്കും നിലയ്ക്കും. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്ക് പറയാൻ തുടങ്ങിയാൽ അവർ നിറഞ്ഞുകൊണ്ടിരിക്കും. ശക്തി അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഒരാൾ വേദനയോടിരിക്കുന്ന ആളിനെ തണുപ്പിക്കുന്ന വാക്കാണ് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ എപ്പോഴും ആ പാത്രം ഈ ആളിനെ ആഗ്രഹിക്കും, അല്ലേ? എന്താ കാര്യം? തണുപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആ പാത്രം അവിടെ ആവശ്യം നിറയ്ക്കേണ്ട തണുപ്പാ, ആശ്വാസമാണ് നിറയ്ക്കേണ്ടത്. എല്ലായിടത്തും വചനപ്രസംഗമല്ല, എല്ലായിടത്തും രോഗശാന്തി അല്ല, എല്ലായിടത്തും ഒന്നല്ല നിറയ്ക്കേണ്ടത്, പല പാത്രങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ പല പാത്രങ്ങൾ നിറയ്ക്കാൻ ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കും, ചിലയിടത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കണമായിരിക്കും. അതായിരിക്കും ആ പാത്രം നിറയ്ക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. പാത്രം കുറയുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ കുറയും, നമ്മൾ ഒതുങ്ങിയ കുറയും. നമ്മൾ സ്ട്രോങ് ആയാലോ പാത്രം വന്നിട്ടേയിരിക്കും, സമയം കാണത്തില്ല. ആയിരക്കണക്കിന് പാത്രം ഒഴിഞ്ഞ് ഫ്രണ്ടിരിക്കും. നിറച്ചിട്ട് 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 ഓ നിറച്ചിട്ട് 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 ആമേൻ 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 ആമേൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നിറച്ചാലും 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 തീരത്തില്ല. ഇനി ഒരു തെളിവൂടെ പറയും. അതേ പുസ്തകം തന്നെ വായിക്കുമ്പോൾ സ്തോത്രം, ഈ ഏലിയാവിൻ്റെ ശിഷ്യൻ ആരാണ്? എലീശ അല്ലേ? എലീശയുടെ മരണസമയം അടുത്തു അല്ലേ? എലീശയുടെ മരണസമയം അടുത്തു. എത്ര അധ്യായമാണ് രാജാക്കന്മാരുടെ പുസ്തകം? എത്ര അധ്യായമാണ്? വായിച്ചേ 13-ാം അധ്യായം. 13-ന്റെ 14 മുതൽ. ആ കാലത്ത് എലീശ മരണഹേതുമായ രോഗം പിടിച്ചു. അപ്പോൾ ഈ മനുഷ്യന്റെ ജീവൻ പോകുന്നവരെ നിറച്ചോണ്ടിരുന്നു. കണ്ടോ? ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, അവസാനം വരെ നിറച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആര്? എലീശ. അവസാനം വരെ ജീവൻ പോകുന്നവരെ പാത്രം വന്നുകൊണ്ടിരുന്ന് നിറച്ചുകൊണ്ടിരുന്നു. വായിച്ചേ അടുത്ത വരി. അപ്പോൾ ഇസ്രായേൽ രാജാവ് യോവാശ് വായിച്ചേ. അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന് മീതെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. വില്ലും എടുക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അവൻ അമ്പും വില്ലും എടുത്തു. അടുത്ത് അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്ക എന്ന് പറഞ്ഞു. നിന്റെ കൈ വില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. അടുത്ത് അവൻ കൈ വെച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കണ്ടോ? മരണം വരെ പകർന്നോണ്ടിരിക്കുക. അവിടെ കൈ വെക്കണമായിരുന്നു, അതുകൊണ്ട് എലീശ കൈ വെച്ചു. അടുത്ത വരി. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അടുത്ത് അവൻ അത് തുറന്നപ്പോൾ എയ്ക എന്ന് എലീശ പറഞ്ഞു. എയ്താറെ, അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. എന്തോന്ന് പറഞ്ഞു? യഹോവയുടെ ജയാസ്ത്രം. ഉണ്ടോ? എന്തസ്ത്രം? ജയാസ്ത്രം. ആരുടെ? എയ്താരാ? പറ, എയ്താരാ? ഈ പാവപ്പെട്ട മനുഷ്യനല്ലേ എഴുതത്? പറഞ്ഞതാരാ? പ്രവാചകൻ. പ്രവാചകന്റെ വായിലൂടെ പറഞ്ഞതാരാ? ദൈവം. എഴുതതാരാ? ഈ സാധു മനുഷ്യൻ. പക്ഷെ എഴുതപ്പോൾ അസ്ത്രം ആരുടേതായി? യഹോവയുടെ ജയാസ്ത്രമായി. മനസ്സിലാകുന്നുണ്ടോ? ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേക പ്രകാരം നിറയ്ക്കുമ്പോൾ എൻ്റെതല്ല നിറയുന്നത്, പിന്നെ കർത്താവിൻ്റെതാണ് ആ പാത്രത്തിനകത്ത് നിറയുന്നത്. ഓ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ ഒരു വിശ്വാസം, ഉറപ്പ് നമുക്ക് വേണം. അല്ലല്ലേ? അടുത്ത വരി വായിച്ചേ.
അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ നീ അഭയക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു. അമ്പെടുക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്ക എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദേവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. ഇവന്റെ അടി കുറഞ്ഞു. എത്ര പ്രാവശ്യം അടിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ 1-2 അടി അടിച്ച് നിർത്തരുത്. പിന്നെ കർത്താവിൻ്റെ അടുക്ക കയറി പോകുന്നത് വിശ്വാസത്തോടെ അടിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. അടിക്കുന്നെല്ല ജയാസ്ത്രമായിരിക്കും. അടിക്കുന്നെല്ല യഹോവയുടെ ജയാസ്ത്രം. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. അടിക്കുന്നെല്ല യഹോവയുടെ ജയ അസ്ത്രങ്ങളായിരിക്കും. കാരണം നമ്മുടെ അകത്തൊരു ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ഏതാത്മാവ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് പകർന്നിരിക്കുന്നത് കൊണ്ട് അടിക്കുന്നതെല്ലാം എങ്ങനെ ഇരിക്കും? ജയ അസ്ത്രങ്ങളായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എഫെസ്യരുടെ ലേഖനം 3-20 വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിച്ചേ. ഒരു ഭാഗം കൂടെ പറയണമായിരുന്നു. സമയത്തിന് ഞാൻ നിർത്തി. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ആരിൽ വ്യാപരിക്കുന്ന? എന്നിൽ വ്യാപരിക്കുന്ന. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്തും ചെയ്യാൻ എൻ്റെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. കണ്ണടച്ചു പിടിച്ച് വിശ്വസിച്ചോ. വ്യാപരിക്കുന്നുണ്ട്. അടുത്ത വരി. കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. മഹത്വം കൊടുക്കുകയാണ്. ശക്തി ഉണ്ട്. അതുകൊണ്ട് മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് ഇത്ര പേര് ആലോചന ഏറ്റെടുക്കും. ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. പാത്രത്തിൽ നിറയ്ക്കാൻ പാത്രം തരേണ്ട കടമ ദൈവത്തിൻ്റെത്. കൽപ്പിക്കേണ്ട കടമ ദൈവത്തിൻ്റെത്. നിറയ്ക്കണത് ഏതുവരെ നിറയ്ക്കണമെന്ന് നിറയ്ക്കേണ്ടത് നമ്മുടെ കടമ. നമ്മളെപ്പോഴും നിറയ്ക്കുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഒരിക്കലും ഒഴുക്ക് കുറയാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കുഴി വെട്ടേണ്ടത് നമ്മുടെ കടമ. വെട്ട് കുറയാതിരിക്കട്ടെ. യേശുവിന്റെ അടുക്കൽ കയറി പോകും വരെ വെട്ടിക്കൊണ്ടിരിക്കുക. കുഴികളെല്ലാം നിറയട്ടെ. അടിക്കേണ്ട കടമ നമ്മുടേത്. യേശുവിന്റെ അടുക്കൽ കയറി പോകും വരെ വിശ്വാസത്തോടെ അടിച്ചുകൊണ്ടിരിക്കുക. വെറും പാത്രം കൊണ്ടുവന്ന് നിറയ്ക്കേണ്ടത് നമ്മുടെ കടമ. കർത്താവിന്റെ അടുക്കൽ കയറി പോകും വരെ നിറച്ചുകൊണ്ടിരിക്കുക. അത്ഭുതങ്ങൾ കാണും, അതിശയങ്ങൾ കാണും. നമ്മുടെ അകത്ത് ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി പുനരുദ്ധാനത്തിന്റെ ശക്തി എത്രേ. ആ ശക്തിയിൽ വിശ്വസിക്കാം. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയിൽ നിറഞ്ഞ് നമുക്ക് ആരാധിക്കാമോ?